ഞാന് ഞാനിങ്ങനെ ഇതാകുമ്പോൾ, അതായത് ഞാൻ കാനഡയ്ക്ക് വന്ന ഉടനെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്താന്ന് വെച്ചാല്, ഞാൻ കാനഡയ്ക്ക് 18-ാം വയസ്സിൽ വന്നു. അന്ന് 18-ാം വയസ്സിൽ 12th കഴിഞ്ഞ ഉടനെ കാനഡയ്ക്ക് വരുന്നവർ വളരെ വളരെ റെയറാണ്. ഞാനൊക്കെ തന്നെ ഉള്ളായിരുന്നു എൻ്റെ അറിവില്. അപ്പോൾ ആ ടൈമിൽ അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാല് ഡിഗ്രി കഴിഞ്ഞ് വന്നവരൊക്കെയാണ്. അപ്പൊ ഇവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ഇവരെന്നേക്കാളും ഒരു 3-4 വയസ്സിന് മൂത്തതാണ്. ഏറ്റവും കുറഞ്ഞത് 3. അപ്പം എൻ്റെ കൂടെ നിന്നിരുന്ന വീട്ടിലെ ആൾക്കാർ കാരണം 4-5 വയസ്സിന് മൂത്ത ആൾക്കാരായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ ലൈഫിന്റെ ട്രജക്ടറി എനിക്ക് അവരിലൂടെ കാണാൻ പറ്റുന്നു. ഇവര് ഡിഗ്രി പഠിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ കോഴ്സ് എടുത്ത് അത് കഴിഞ്ഞ് വർക്ക് പെർമിറ്റിൽ കയറി PR ട്രൈ ചെയ്യുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് എൻ്റെ ലൈഫിന്റെ ട്രജക്ടറി ശരിക്കും അങ്ങ് കാണാൻ പറ്റുന്നു ഇവരിലൂടെ. അപ്പോൾ ഇവരെല്ലാവരും അല്ല, അതിൽ കുറച്ചെങ്കിലും ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തയൊക്കെ ഉള്ളവരൊക്കെ പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നീ ഇപ്പം നിനക്ക് 18 വയസ്സായിട്ടുള്ളൂ. 18 വയസ്സിൽ നീ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ അതിന് പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ അങ്ങനെ എന്തോ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ ഇത്ര എമൗണ്ട് നീ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട് കൂടിയിട്ട് നിനക്ക് 60 വയസ്സാകുമ്പോൾ നീ മില്യനെയർ ആകും എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുന്നത്, എനിക്കിപ്പോ 18 വയസ്സ്, 60 വയസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ജീവിച്ച ലൈഫ് ടൈം വീണ്ടും 2 പ്രാവശ്യം ജീവിക്കണം, എന്നാലേ 60ലേക്ക് എത്തുള്ളൂ. അതിന്റെ ഇടയിൽ എന്തും സംഭവിക്കാം. ഞാന് ചിലപ്പോൾ 60ലേക്ക് എത്താനുള്ള പ്രോബബിലിറ്റി കുറവായിരിക്കും, കാരണം 2 പ്രാവശ്യം ഞാൻ ഈ ലൈഫ് ടൈം ജീവിക്കണം. അപ്പൊ അന്ന് ഞാൻ മില്യനെയർ ആകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോഴേ ഇൻവെസ്റ്റിങ് തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഒരു മണ്ടത്തരയാ തോന്നി ആ ടൈമില്. ഞാൻ എപ്പോഴേ എൻ്റെ മനസ്സിൽ വിചാരിച്ച ഇല്ല, റിച്ച് ആവുകയാണെങ്കിൽ നമ്മൾ യങ് ആകുമ്പോൾ റിച്ച് ആകണം. പ്രായമാകുമ്പോൾ അത്ര പൈസ ഇല്ലെങ്കിലും പ്രശ്നമല്ല. ചിലപ്പോൾ നമ്മുടെ മക്കളുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ അത്രയും നമുക്ക് ഹെൽത്ത് കെയറിനായിട്ടുള്ള ചെലവ് എന്നല്ലാതെ വേറെ നമ്മളിപ്പോൾ കുറേ അഡ്വഞ്ചറും ട്രാവലിംഗ് ഇതൊന്നും ചെയ്യലുണ്ടാകില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ റിച്ച് ആയാൽ നമുക്ക് ട്രാവലിംഗ്, ഇങ്ങനത്തെ ഈ സെമീർ പറഞ്ഞ ഒരു ബൈക്ക് ഓടിക്കണമെങ്കിൽ പോലും നമുക്ക് പുറത്തിന് റെസ്ട്രിക്ഷനാണ്. അപ്പൊ നമ്മളൊക്കെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യമൊക്കെ നോക്കുകയാണ്. അതെ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, 60-ാം വയസ്സിൽ എനിക്ക് കുറെ പൈസ കിട്ടിയാലും ഞാൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ കനേഡിയൻസും വെസ്റ്റിലെ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് അവർ റിട്ടയർ ചെയ്തതിനു ശേഷം അവരങ്ങ് ട്രാവലിംഗ് തുടങ്ങും. പക്ഷെ നമ്മുടെ യൂത്തിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആ ഒരു എനർജി, ആ ഒരു സ്പോണ്ടേനിറ്റി, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ, വിസ്ഡം, അതൊന്നും അല്ലാതെ ആ എക്സ്പീരിയൻസ് മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഇല്ലല്ലോ, ഐ ഹാവ് ടു ഗെറ്റ് റിച്ച് ഏർലി വെൻ ഐ എം യങ് എന്നുള്ളൊരു മൈൻഡ് എനിക്ക് വന്നിരുന്നു. ഈ 60-ാം വയസ്സിൽ ഞാൻ മില്യനെയർ ആകും, അതും 60ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ 60ലേക്ക് എത്രയ്ക്ക് എത്ര കാലം കാത്തു നിൽക്കണം എന്നൊക്കെ. അപ്പൊ ഞാൻ അതിനോട് കംപ്ലീറ്റ്ലി ഡിസഗ്രി ചെയ്തിരുന്നു. പിന്നെ വേറെ കാര്യം ഉണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞ ഇൻവെസ്റ്റിങ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ഇൻട്രസ്റ്റിനോട് ഞാൻ അതിലേക്ക് ഇൻവോൾവ് ആവാറില്ല. അപ്പൊ അതെനിക്ക് ഓൾറെഡി ഒരു ഓപ്ഷനും അല്ലായിരുന്നു. അതെ. പിന്നെ ഇപ്പൊ ഓൺട്രപ്രണർ ചെയ്യാനൊക്കെ ആയി. സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു ബിക്കം. ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ അറിയോ,